8ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഫിഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. ആദ്യമേ പറയുന്നു, മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം, അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹുവെ അവനിക്ക് നീ പുറത്തു കൊടുക്കണം. ബി ഖൽബിഹി, ഹൃദയം കൊണ്ട്. അൽ കുത്തുനുൽ അബിയലു, വെളുത്ത കോട്ടൺ തുണി. അല ഷഹീദി, ഷഹീദിൻ്റെ മേൽ. ഫലഹു മിസ്ലു അജിരിഹി, അവനിക്ക് കിട്ടുന്ന അതുപോലത്തെ കൂലി കിട്ടും. അലിൽ ഖബ്രി, ഖബറിൻ്റെ മേലെ. ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്ക്. ഫാസിഖിൻ വ മുബ്തദീൻ, പുത്തനാശയക്കാരനും തെമ്മാടിയും. ഇതാണ് ബ്രാക്കറ്റിലുള്ളതിൻ്റെ അർത്ഥം. ഇനി ചോദ്യം വായിക്കാം. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഉത്തരം മനസ്സിൽ ഓർമ്മ വരും. തുക്റഹു താസിയത്തു, നമ്മൾ താസിയത്ത് നടത്തൽ കറാഹത്താണ്, അഥവാ മരിച്ചിട്ട് സമാശ്വസിപ്പിക്കാൻ പോകൽ കറാഹത്താണ്. ആരുടേതാണ്? ഫാസിഖ് വ മുബ്തദിഅ. മൻ അസ്സ മുസാബൻ, ഒരു മുസീബത്തെത്തിയ ആളെ നമ്മൾ സമാശ്വസിപ്പിച്ചാൽ ഫലഹു മിസ്ലു അജിരിഹി, അവനിക്ക് ആ മുസീബത്ത് എത്തിയതിൽ ക്ഷമിച്ചതിൻ്റെ കൂലി അതുപോലത്തെ കൂലി നമുക്കും ലഭിക്കും. ഫലഹു മിസ്ലു അജിരിഹി, അതാണ് യോജിച്ചത്. മൂന്നാമത്തത്, യജിബു ഇൽജാ ഉൽ മയ്യത്ത് ഫിൽ ഖബരി, ഖബറിൽ മയ്യത്തിനെ ചെരിച്ച് കിടത്തൽ നിർബന്ധമാണ്. ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്കായിക്കൊണ്ട്. അതൊക്കെ നമുക്കറിയുന്ന എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നാലാമത്തത്, വ തഹ്റുമു സലാത്തു, നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനത്തെ ഒരു കൂട്ടക്കാരേ ഉള്ളൂ. ആരാണ്? അല ഷഹീദി, ഷഹീദിൻ്റെ മേലാണ് നിസ്കരിക്കൽ ഹറാം. ഇനി 5, വയുസന്നു വളുഉ നഹ്വി ജരീദത്തിൻ ഖൽറാഅ, ചെടികൾ പോലത്തെ പച്ചയായ മരക്കൊമ്പുകൾ പോലത്തത് വെക്കൽ സുന്നത്താണ്. എവിടെ കൊണ്ടുപോയി വെക്കലാണ്? അലിൽ ഖബരി, ഖബറിൻ്റെ മേലെ. ആറാമത്തത്, അഖല്ലു ദുആഇ അലൽ മയ്യത്തി, മയ്യത്ത് നമസ്കാരത്തിൽ ഏറ്റവും ചെറിയ പ്രാർത്ഥന, ഏറ്റവും ചുരുങ്ങിയ പ്രാർത്ഥന ഏതാണ്? അല്ലാഹു മഗ്ഫിർ ലഹു എന്നുള്ളതാണ്. ഏഴാമത്തത്, അഫ്ളലു ഫിൽ കഫനി, കഫനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അൽ കുത്തുനുൽ അബിയലു, നല്ല വെളുത്ത കോട്ടൺ തുണിയാണ്. എട്ടാമത്തത്, യതഅക്കദു അലാ കുല്ലി മുക്കല്ലഫിൻ ദിക്റുൽ മൗത്ത്, എല്ലാ മുക്കല്ലഫായവർക്കും നിർബന്ധമാണ് മരണത്തിനെ ഓർക്കൽ. അതിനോട് ശേഷം വരുന്നത് ബി ഖൽബിഹി, അത് ഹൃദയം കൊണ്ട് ഓർക്കുക. അപ്പോൾ കാര്യത്തിൽ തന്നെ ഹൃദയത്തിൽ മരണത്തിനെ ഓർക്കുക എന്നുള്ളത് ശക്തമേറിയ സുന്നത്താണ് എല്ലാ മുക്കല്ലഫിനിക്കും. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പൂരിപ്പിക്കാൻ, ചേരുംപടി ചേർക്കാനൊക്കെ വേഗത്തിൽ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ പാഠം നല്ലോണം അർത്ഥം വെച്ച് പഠിക്കണം, നല്ലോണം വായിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ 3 പാഠങ്ങൾ പരീക്ഷയ്ക്കുള്ളതിൽ അത് നന്നായി ഒരു 3 പ്രാവശ്യം ഓരോന്നും വായിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം വായിക്കാം. അതിനു മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പം തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി സൂചകമായി അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യാം. രണ്ടാമത്തത്, നക്തുബു യസ്നൈനി, 2 വീതം എഴുതാം എന്നുള്ള ചോദ്യമാണ്. അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 അതിൽ വരുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ് അതിലുള്ളത്. അതിൽ ഒന്നാമത്തത് അർക്കാനു സ്വലാത്തിൽ മയ്യത്താണ്, മയ്യത്തിൻ്റെ റുക്നുകൾ, മയ്യത്ത് നിസ്കാരത്തിൻ്റെ റുക്നുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫുള്ളായിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 നിയ്യത്താണ്. 2 അൽ ഖിയാമു ലിൽ ഖാദിരി അലൈഹി, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നതാണ്. 3 അർബഉ തക്ബീറാത്ത്, 4 തക്ബീറുകളാണ്. അത് കഴിഞ്ഞ് ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുക, 4ാമത്തത്. അത് കഴിഞ്ഞ് അസ്വലാത്തു അലൻ നബി ബഅദ തക്ബീറത്തു സാനിയ, 2ാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ശേഷം അടുത്ത റുക്ന് ദുആഉൻ ഉഖ്റവിയുൻ ലിൽ മയ്യത്തി ബി ഖുസൂസിഹി, മയ്യത്തിനിക്ക് പ്രത്യേകമായി പാരത്രിക ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, മയ്യത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മയ്യത്തിന് പ്രത്യേകമായിട്ട്. അത് ബഅദ തക്ബീറത്തി സാലിസ, 3ാം തക്ബീറിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ട് സലാം വീട്ടുക. ഇതൊക്കെയാണ് മയ്യത്ത്
നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഒരു തവണ പഠിയുന്നില്ലെങ്കിൽ മറ്റൊരു തവണ കേട്ടിട്ടത് പഠിച്ചു വെക്കുക. രണ്ടാമത്തത് ഷുറൂത്തു സ്വലാത്തുൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്താണ്? ഇപ്പോൾ പറഞ്ഞത് ഫർളാണ്, ഇനിയിപ്പോൾ ഷർത്താണ് പറയാൻ പോകുന്നത്. തഖദ്ദുമു തുഹ്രിൽ മയ്യത്തിൻ്റെ ശുദ്ധി മുന്തണം. അപ്പോൾ നമ്മൾ നിസ്കരിക്കണമെങ്കിൽ മയ്യത്തിന് കുളിപ്പിക്കണം എന്നർത്ഥം. 2 അദമു തഖദ്ദുമി അലൽ മയ്യത്തിൽ ഹാളിറായ മയ്യത്തിനേക്കാൾ നമ്മൾ മുൻ കടക്കാതിരിക്കണം. നമ്മൾ മുമ്പിലും മയ്യത്ത് ബാക്കിലും കൊണ്ടുപോയല്ല വെക്കേണ്ടത്. മയ്യത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ബാക്കിൽ നിൽക്കുകയാണ് വേണ്ടത്. അവ മയ്യത്തിനേക്കാൾ നമ്മൾ മുന്താതിരിക്കുക എന്നതാണ്. ഇനി മൂന്നാമത്തത് നുബയ്യനു വ്യക്തമാക്കാനാണ്. 1 അഖല്ലുൽ കഫനി കഫൻ പുടവയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? സൗബൻ ഒരു വസ്ത്രമാണ്. യസ്തുറു ജമിയൽ ബദൻ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രം, അതാണ് കഫൻ പുടവയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്. കൂടിയത് നമുക്കറിയാലോ, 3 ഒരുപോലത്തെ കഫൻ പുടവ, പിന്നെ അഡീഷണലായിട്ട് വരുന്നതൊക്കെ സ്ത്രീകൾക്ക് 5 ഉണ്ടാവും, പുരുഷന്മാർക്ക് 3. ഇത് ചുരുങ്ങിയതാണ്, ശരീരം മുഴുവൻ മറയുന്ന ഒറ്റ വസ്ത്രം. ഇനി രണ്ടാമത്തത് അഖല്ലുൽ ഉസ്ലിൽ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴുള്ള ചുരുങ്ങിയ രൂപം. ഇസ്തിയാബു ബദനിഹി ബിൽ മാ എല്ലായിടത്തും വെള്ളത്തങ്ങ് വ്യാപകമാക്കുക, എല്ലായിടത്തും വെള്ളത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ചുരുങ്ങിയ രൂപം. അപ്പോൾ ചുരുങ്ങിയ രൂപത്തിൽ വേറെയും വരുന്നുണ്ടല്ലോ. അപ്പോൾ ചുരുങ്ങിയ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. അതുപോലെ തന്നെ ചുരുങ്ങിയ ഖബർ, വിശാലമായ ഖബർ. ചുരുങ്ങിയ ഖബർ എന്ന് പറഞ്ഞാൽ പിടിമൃഗം മാന്താത്ത രൂപത്തിലുള്ള കുഴി, അത്രയേ ഉള്ളൂ. പിടിമൃഗം മാന്താത്ത വാസനയെ തടയുന്ന പിടിമൃഗം മാന്താത്ത രൂപത്തിലുള്ള കുഴിയാണ്. അതിൻ്റെ വിശാലമായത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുങ്ങിയ രൂപവും വിശാലമായ രൂപവും പഠിച്ചു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 8 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഏറെക്കുറെ പേപ്പറുകളിൽ അങ്ങനെ ചുരുങ്ങിയതും വിശാലമായതും ചോദിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഷഹീദു. ആരാണ് ഷഹീദ്? കുത്തില കൊല്ലപ്പെട്ടയാളാണ്. ഫി ഖിതാലിൽ കുഫാരി കാഫിരീങ്ങളുമായി നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ് ഷഹീദ്. കുത്തില ഫി ഖിതാലിൽ കുഫാരി കാഫിരീങ്ങളുമായിട്ട് നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാൾ. 4 ലഫ്ദു ഇജാബത്തി തഅസിയത്ത് സമാശ്വസിപ്പിച്ച വ്യക്തിക്ക് നമ്മൾ ഏത് രൂപത്തിലാണ് മറുപടി പറയേണ്ടത്? നമ്മൾ ആരെങ്കിലും മരിച്ചു, നമ്മൾ ആശ്വസിപ്പിച്ച ഒരാൾ, അയാൾക്ക് ഏത് രൂപത്തിലാണ് നമ്മൾ മറുപടി പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറൻ, നിങ്ങൾക്ക് അള്ളാഹു നല്ലത് തരട്ടെ, അല്ലെങ്കിൽ വതഖബ്ബൽ അല്ലാഹു മിൻക, അല്ലെങ്കിൽ അള്ളാഹു തആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ പറയുക. ജസാക്കല്ലാഹു ഖൈർ, തഖബ്ബലല്ലാഹു മിൻക. നമ്മൾ പെരുന്നാളിനൊക്കെ പറയില്ലേ തഖബ്ബലല്ലാഹു മിൻക, അത് ഓർത്താൽ മതി. ഇനി നമുക്ക് 4മത്തതാണ് വായിക്കാനുള്ളത്. നുജീബ് ഉത്തരം എഴുതാമെന്നതാണ്. മദാ യുസന്നു ലിമൻ യുദ്ഖിലുൽ മയ്യത്ത് അൽ ഖബറ മയ്യത്തിനെ ഖബറിൽ പ്രവേശിപ്പിക്കുന്നവനിക്ക് പറയൽ സുന്നത്തുള്ളത് ബിസ്മില്ലാഹി വ അല മില്ലത്തി റസൂലില്ലാ. അക്മലുൽ കഫനി ലിർ റജുലി മാഹുവ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ പൂർണ്ണരൂപമാണ്. കഫൻ പുടവയിൽ നിന്ന് പുരുഷന് പൂർണ്ണമായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം. സലാസത്തു അസ്വാബിൻ 3 വസ്ത്രങ്ങളാണ്. മുത്തസാവിയത്തിൻ ഒരുപോലെയുള്ള. യസ്തുറു കുല്ലുമിന് ഹുമാ ജമിയ ബദനിഹി അവകൾ ഓരോന്നും ശരീരം മുഴുവൻ മറക്കും. അങ്ങനത്തെ രൂപത്തിലുള്ള ഏകദേശം ഒരുപോലെയുള്ള 3 തുണികളാണ്. മൂന്നാമത്തത് അൽ ഇയാദത്തു സുന്നത്തുൽ ലിമൻ രോഗസന്ദർശനം നടത്തൽ സുന്നത്താണ്. ആരുടെ? മരീലി മുസ്ലിമിൻ മുസ്ലിമായ രോഗി, ദിമ്മിയൻ കരീബിൻ നമ്മുടെ അടുത്ത ദിമ്മിയായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്നവരാണ് ദിമ്മിയായ കാഫിർ. ഔ ജാലിൻ അയൽവാസി ഔ നെഹൂവ ഇവർ പോലത്തെ ആളുകളെയാണ് രോഗസന്ദർശനം നടത്തൽ സുന്നത്തുള്ളത്. 4മത്തത് മാദാ യഖൂലു ഫി തഅസിയത്തി മുസ്ലിമിൻ മുസാഫിഹൻ ലഹു തഅസിയത്ത് നടത്തുമ്പോൾ പരസ്പരം ഹസ്തദാനം നടത്തിക്കൊണ്ട് പറയാനുള്ളത് എന്താണ്? അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന ഗസാഅക വ ഗഫറ ലി മയ്യിതിക. അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന ഗസാഅക വ ഗഫറ ലി മയ്യിതിക. അത്തഅസിയത്തു മാഹിയ തഅസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അംറു ബിസ്സുബ്ർ ക്ഷമ കൊണ്ട് കൽപ്പിക്കുക. വന്നഹിയു അനിൽ ജസഇ വെപ്രാളത്തെ തൊട്ട് വിരോധിക്കുക. ക്ഷമ കൊണ്ട് കൽപ്പിക്കുക, വെപ്രാളത്തെ തൊട്ട് വിരോധിക്കുക. വദുആഉലിൽ മയ്യത്തിൽ മുസ്ലിമായ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട്? ബിൽ മാഫിറത്തി പാപമോചനം കൊണ്ട്. വലിൽ മുസാബി മുസീബത്തെത്തിയ ആൾക്ക് ദുആ ചെയ്യുക. ബിൽ ഖൈറിൽ മുസീബത്തി ബി ജബിരിൽ മുസീബത്തി ആ മുസീബത്തിനെ പരിഹരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. ഇതാണ് തഅസിയത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ മുസീബത്തെത്തിയ ആളെ മുസീബത്തിനെ പരിഹരിക്കാനും മുസ്ലിമായ മയ്യത്തിന് മാഫിറത്ത് കൊണ്ട് ദുആ ചെയ്യാനും
വെപ്രാളത്തെ വിരോധിക്കാനും ക്ഷമ കൊണ്ട് കൽപ്പിക്കാനുമാണ് നമ്മൾ മരിച്ച ആൾക്കാരെ പുരയിൽ പോയിട്ട് സമാശ്വസിപ്പിക്കുക, തസിയത്ത് നടത്തുക ചെയ്യുന്നത്. അടുത്തത് ഡിസോർഡറായി കൊടുത്തത് നിങ്ങൾക്ക് കാണാം. അതിന് ഓർഡറാക്കി ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാല ഫൈനഹ ഖൈറു സിയാബിക്കും വ കഫിനു ഫിഹ മൗത്താക്കും. നിങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും നല്ല വസ്ത്രം. മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. ഇനി നുത്തർജിമ പരിഭാഷപ്പെടുത്താനാണ്. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്നുള്ള പ്രാർത്ഥന നമ്മൾ 4-ാം തക്ബീറിന് ശേഷം ചൊല്ലുന്ന സുന്നത്തായ പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, അവൻ്റെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കൂലി ഞങ്ങൾക്ക് നീ തടയരുത് എന്നാണ് അതിൻ്റെ ആശയം. വ അക്രിം നുസുലഹു, അവൻ ഇറങ്ങുന്ന ഇടം നീ ബഹുമാനമുള്ളതാക്കണമേ. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, സർവ്വരസങ്ങളെയും സർവ്വ ആനന്ദങ്ങളെയും ഇല്ലാതാക്കുന്ന മരണത്തെ പറ്റിയുള്ള സ്മരണ നിങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നു, അതും കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഉത്തരം അതിലുണ്ട്. വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നിർണയിച്ച പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ചൊല്ലാനുള്ള ദിക്റുകൾ, ദുആകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പഠിച്ച ആളുകൾക്ക് ഉറപ്പായും മുഴുവൻ മാർക്കും നേടാൻ കഴിയും. നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു പോകരുത്. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.